ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ കാർഡ്സ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ടവറാണ്. ടവറിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള അന്ധകാരങ്ങൾ. ഇവിടെ ഒരു ബ്ലാക്ക് എനർജിയെ കാണാം. ഈ അന്ധകാരങ്ങൾ നിങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പ്രോപ്പർട്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വീഴ്ച നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം, ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം, സ്നേഹിച്ചവരും വിശ്വസിച്ചവരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം മാറി വരണമെന്നാണ്. തീർച്ചയായിട്ടും ദ സണ്ണിൻ്റെ കാർഡാണ് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് മൂണിൻ്റെ കാർഡാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മാനസിക അവസ്ഥ ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് വ്യക്തികളുടെ മുന്നിൽ പരിഹാസപാത്രമായി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങൾ അപമാനിക്കപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്ന ചില സിറ്റുവേഷനുകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുമുള്ള ഒരു അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ചില വ്യക്തികൾ കാരണം നിങ്ങൾക്കത് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ സന്തോഷത്തെ ആയിരിക്കാം അത് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചതായി കാണുന്നു. സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് നിങ്ങളായിട്ട് ഉപേക്ഷിച്ചിറങ്ങി പോയതായി കാണുന്നു. നിങ്ങളായിട്ട് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റാർക്കോ വിട്ടുകൊടുത്തിട്ട് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിലെല്ലാം ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് വരുന്നുണ്ട്. നിങ്ങളൊരു ജോലിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരു ഗവൺമെൻറ് ജോലിക്കാണ് നിങ്ങൾ കുറേ നാളായിട്ട് എഫേർട്ട് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ജ്ഞാനവുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലമായി, നിങ്ങൾ ഒരുപാട് മാനസികമായും ശാരീരികമായും എഫേർട്ട് ഇട്ടതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ പടർത്തിക്കൊണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ഒന്നുമല്ലാത്തതായി തീരുന്നു. ഏത് സിറ്റുവേഷനിലാണോ ഈ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായത് ആ തേർഡ് പാർട്ടി ഒന്നുമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒന്നുമല്ലാതെ ഇറങ്ങിപ്പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു. ദ വേൾഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ അവിടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പ്രപഞ്ച ശക്തിയുടെ ഒരു ഓറ നിങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രപഞ്ചശക്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഏത് വ്യക്തിയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ഇടയിൽ കണ്ടുമുട്ടുന്നതായിട്ടാണ് വരുന്നത്. ഓൺ ഓഫ് സിറ്റുവേഷനിലായിരുന്ന ചില റിലേഷൻഷിപ്പ് വീണ്ടും റീയൂണിയൻ ഇവിടെ ഉണ്ടാകുന്നതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് മുന്നോട്ടുള്ള സ്ഥിതി എന്ന് അറിയാതെ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനങ്ങൾക്കോ യാതൊരു വാല്യൂവും ഇല്ല. ഇനി മുന്നോട്ട് അത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ മടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾ വെച്ചൊഴിഞ്ഞിരിക്കുന്നതായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ
വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നു, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പോകുന്നതായി കാണുന്നു. ചില സ്ഥാനങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ മുന്നിൽ തന്നെ നിങ്ങൾ വിജയമായി തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എവിടെ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായി കാണുന്നു. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ കുറേ നെഗറ്റീവ് തോട്ടുകൾ കൊണ്ട് നിങ്ങളെ ബന്ധിച്ചിരുന്ന ഒരു കംഫോർട്ട് സോണുകൾ ഉണ്ടായിരുന്നു. ആ കംഫോർട്ട് സോണെല്ലാം പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല നിങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്നു. ചില വ്യക്തികൾ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു, മറ്റു ചില വ്യക്തികൾ ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പ്ലാൻ ചെയ്താണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയത്. അവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു നിങ്ങളെ ഉപേക്ഷിക്കണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് പോകത്തില്ല എന്ന് അവർ കുറച്ച് നാളുകൊണ്ടേ അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തണമോ പോകണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ പോലും അറിഞ്ഞു കാണത്തില്ല അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ കടന്നു പോകുന്നെന്ന്. അങ്ങനെ പോകുന്ന സമയത്താണ് നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവർ നിങ്ങളിലേക്ക് കുറ്റം കണ്ടുപിടിക്കുക, നിങ്ങളുടെ സംസാര രീതി ശരിയല്ല, നിങ്ങളുടെ പ്രവർത്തനം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിലേക്ക് കുറ്റം ആരോപിക്കുന്നത് അവർ പ്ലാനിലൂടെയായിരുന്നു. 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് അവർ നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് പെട്ടെന്ന് കടന്നു പോയിരിക്കുന്നത്. എന്നാൽ അത് അവർ പോകുന്നത് ഒരു അന്ധകാരത്തിലേക്കാണ് എന്നവർക്കറിയത്തില്ല. അവരവരുടെ പാഷനിലേക്കാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, അവർക്കൊരു ഗ്രഹണം സംഭവിച്ച സമയത്ത്, അവരുടെ ലൈഫിൻ്റെ ഒരു ഗ്രഹണം സമയത്ത്, കാരണം നമുക്കൊരു മോശം സമയത്താണല്ലോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അത് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു മോശ സമയത്തായിരുന്നു അവർക്ക് ഈ ഒരു ചിന്ത അവരിലേക്ക് വന്നതും അവർ പ്ലാൻ ചെയ്തതുപോലെ ഈ കാര്യങ്ങൾ ചെയ്തതും. ഓക്കെ, ഈ ഒരു സമയം അവർ അതെല്ലാമാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ വിട്ടുപോയിട്ടുള്ള 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ പ്ലാൻ ചെയ്ത് 5 ഓഫ് കപ്പാണ് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ചതെന്നും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ ആ ഒരു ഗ്രഹണ സമയം ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. സൂര്യനും ചന്ദ്രനും തങ്ങളിൽ ഇവിടെ ഗ്രഹണം സംഭവിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ ഉപേക്ഷിച്ചത്. ഇപ്പോഴവർക്ക് ബോധോദയം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൽ അവർക്കിപ്പോൾ വളരെ ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എന്നവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ ചതിച്ച കാര്യം, കാരണം നിങ്ങളോട് സ്നേഹത്തോടു കൂടി ഇടപെട്ടുകൊണ്ട് നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് വാണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു പോകുന്നതിന്, മറ്റൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കടന്നു പോകുന്നതിന്, ചിലപ്പോൾ അവരുടെ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പഠിത്തമായിരിക്കാം, മറ്റൊരു വ്യക്തിയായിരിക്കാം, മറ്റൊരാളിലേക്ക് കടന്നു പോകുന്നതിന്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അവർ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് അവർക്ക് നല്ല രീതിയിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നേഹത്തെ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചതും പോരാഞ്ഞ് നിങ്ങളെ നല്ല രീതിയിൽ, ഒരിക്കലും നിങ്ങൾ എഴുന്നേൽക്കാത്ത രീതിയിൽ നിങ്ങളെ മാനസികമായും ശാരീരികമായും തകർത്തിട്ടാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയത്. കാരണം നിങ്ങൾ എഴുന്നേറ്റ് ഇനി അവരുടെ പിറകെ ചെല്ലരുത്. അതിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല പ്രഹരം തന്നിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 9 ഓഫ് കപ്പിൻ്റെ എനർജി. ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ കൊടുത്ത സ്നേഹത്തെക്കുറിച്ചും നിങ്ങൾ കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ അവർ ഓർക്കുന്നുണ്ട്. സണ്ണായിരുന്നു എന്നവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്തും അവർ വിചാരിച്ചു ഈ ഒരു പ്രകാശം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളെ എപ്പോഴാണ് അവർ ഉപേക്ഷിച്ചത് ആ സമയം മുതൽ അവരുടെ ജീവിതത്തിൽ അന്ധകാരമായി മാറിയിരുന്നു. ഓക്കെ, ഇപ്പോൾ അവർ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ നല്ല നിമിഷത്തെക്കുറിച്ച് അവർ ഓർക്കുകയാണ്. ആ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് നഷ്ടബോധങ്ങളാണ് അവർക്ക്
തോന്നുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ, എല്ലാവരുമല്ല, ഒരു പക്ഷേ നിങ്ങൾ വളരെ സ്റ്റാറായി മാറിയിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടായിരിക്കും, മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടായിരിക്കും. ഒരു സ്റ്റാറിനെ പോലെ നിങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചില ഇൻഡ്യൂഷൻ പവറുകൾ വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ കണക്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. പല കാര്യങ്ങളും ബാലൻസിൽ വരാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നു. പണ്ട് നിങ്ങൾ എപ്പോഴും കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതെല്ലാം മാറി നിങ്ങൾ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് കൂടി ഒരു അനുഗ്രഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. സാമ്പത്തികമായി നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. ചില ജോലികൾ നിങ്ങൾക്ക് വന്നു ചേർത്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പണ്ട് ആരെങ്കിലും കൂടെ വേണമായിരുന്നു എന്തിനും ഏതിനും, പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാനസികമായി സ്ട്രെങ്ത് എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ തിരികെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റിസ് ആണ് ഇവിടെ നിങ്ങളോട് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ കാലചക്രം തിരിയുകയാണ്. കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം, നിങ്ങൾ അതിനുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എന്ന് കാലം ഇപ്പോൾ അവർക്ക് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് കാലം അവർക്ക് തെളിയിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് ജസ്റ്റിസ് ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ പുനരാരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു മാറ്റം, ഒരു പ്രകാശം, അവസാനിച്ചിരിക്കുന്ന ഡെത്തായിരിക്കുന്ന റിലേഷനിലേക്ക് ഒരു പ്രപഞ്ച ശക്തിയുടെ എനർജി ഇവിടെ കടന്നു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ വ്യക്തികളുടെ ലൈഫിലാണോ ഇവിടെ റിലേഷൻ ഡെത്ത് ആയിരിക്കുന്നത്, ആ ഡെത്ത് ആയിരിക്കുന്ന റിലേഷനെ മധ്യത്തിലേക്ക് പ്രപഞ്ച ശക്തിയുടെ എനർജി ഇവിടെ പതിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. വളരെ അനുഗ്രഹത്തോടു കൂടി തന്നെ, കിങ് ഓഫ് കപ്പാണ്, വളരെ സ്ട്രോങ്ങോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടതോർത്ത് അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയും മറ്റും ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ അവരുടെ പാഷനെല്ലാം നിങ്ങൾ മാത്രമാണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗോഡ് ബ്ലെസ് യു.